ആൾ വരവ്. അപ്പം ഈ ചില സിനിമകളുണ്ട്, ഇപ്പം നമുക്ക് ടോട്ടലി ഫുള്ളായിട്ട് ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്നാലും ചില സെഗ്മെൻറ്റ്സ്, ചില ക്യാരക്ടേഴ്സ്, അതിലെ ചില പെർഫോമൻസസ്, അങ്ങനെ എല്ലാം കൂടെ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി കാണും. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടത്തേ ഇല്ല, എന്നാലും നമുക്ക് അതിനൊരു റീസണിങ് കാണും. കാരണം ഇത് ചിലപ്പോൾ ഫാമിലി ഓഡിയൻസിന് എടുത്തതാണ്, അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ മൂവി ലവറിന് എടുത്തതാണ്, അല്ലെങ്കിൽ ഇത് യൂത്തിന് എടുത്തതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നും. പക്ഷെ വരവ് ഒരു റെയർ പീസ് ഓഫ് ഫിലിമാണ്. കാരണം ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്തത്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നുന്നില്ല അതിൽ ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ഉണ്ടെന്നുള്ളത്. അതിപ്പം ഏത് കാറ്റഗറിയിൽ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതിൽ എടുത്താലും അത് ക്വയറ്റ് ടഫ് ടു ഫൈൻഡ്. പിന്നെ ഇത് ഏത് കാറ്റഗറി ഓഡിയൻസിന് കേറ്റർ ചെയ്യുന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഫിലിം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടെന്നുള്ളത് ഐ ഡോണ്ട് ഫീൽ ഇറ്റ് അറ്റ് ഓൾ. സോ ദ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ഡേറ്റഡ് സ്റ്റോറി ആൻഡ് മേക്കിംഗ് ആണ്. കാരണം സ്റ്റോറി നമ്മൾ കണ്ട് മടുത്ത രീതിയിലുള്ള ഇതാണ്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അബ്സർഡ് തിങ്സ് വൺ ആഫ്റ്റർ അതർ. ഇപ്പോൾ എന്തിനാണെങ്കിലും, ഇപ്പോൾ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്ന് സുകന്യയുടെ മറ്റേ ഓവർ ഡ്രമാറ്റിക് എക്സ്പ്രഷൻസ്, മൊത്തത്തിലുള്ള ഡബിങ്, ഇതെല്ലാം കൂടെ ഒരിതും. പിന്നെ നമ്മുടെ അഭിമന്യു ഷമ്മി തിലകനുണ്ട്, പുള്ളി മറ്റേ മാർക്കോയിൽ നിന്ന് നേരെ ഒരു വണ്ടി എടുത്ത് വന്ന പോലെയാണ്. കൈൻഡ് ഓഫ് ദ സെയിം കണ്ടിന്യൂവേഷൻ. അതൊരു രീതിയിൽ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റക്ക് ഇൻ ദ 90s. കാരണം ഒരു രീതിയിലും, കാരണം ആ ക്യാമറ ഷോട്ട് ആണെങ്കിലും ഇതാണെങ്കിലും, അല്ലെങ്കിൽ ആ കഥ പോകുന്ന രീതിയിലാണെങ്കിലും, ആ റിവെൻസ് ആകെ എന്താണെങ്കിലും ആ ഒരു രീതിയിലാണ് അത് പോയിരിക്കുന്നത്. പിന്നെ ഇതൊന്നും പോരാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കാരണം ഒരു ആക്ഷൻ ഫിലിമിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണല്ലോ. അത് ടോട്ടലി അൺഇൻസ്പയറിങ്. ആൻഡ് ദെൻ ദ ബിഗ്ഗസ്റ്റ് വൺ, ആക്ഷൻ ബ്ലോക്സ്. കാരണം ഇതിനകത്തൊരു ബൈക്ക് സ്റ്റണ്ട് സീനുണ്ട്, ഒരു തോട്ടത്തിനകത്തൂടെ കുറേ ജീപ്പ് ഓടിച്ചുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. യു ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ദ പോയിന്റ് ഓഫ് വാട്ട് ദേ വർ ട്രൈങ് ടു ഡു വിത്ത് ദാറ്റ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കൈൻഡ് ഓഫ് കണ്ടിന്യൂസ്. ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. സോ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ വരവ് ഇസ് എ ഫിലിം ദാറ്റ് ഷുഡ് ഹാവ് നെവർ കം അറ്റ് ഓൾ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. Thank you.